ഏറ്റവും വിലക്കുറവുള്ള പമ്പാണ് കേട്ടോ ഇത്. നിങ്ങൾ നോക്കി 4,50,000 രൂപ. മണി ഉണ്ടെങ്കിലും നിനക്ക് അണിയെ കിട്ടുമെന്നാണ് എന്റെ വിചാരം. എന്താണ് ബ്രോ? എന്താണ്? ഹലോ, എന്താണ് ബ്രോ? എന്താണ് എന്തെങ്കിലും പറഞ്ഞോ? നമ്മള് റേഡിയോ പലതും പറയും ബ്രോ. പറഞ്ഞോ ബ്രോ, പറഞ്ഞോ. എന്താണ് ബ്രോ? എന്തേലും പറഞ്ഞായിരുന്നു ബ്രോ? ഒരു മണിയില്ലാതെ പറഞ്ഞായിരുന്നു. ഇല്ല ബ്രോ, സിറ്റിയിലെ കുറെ പേർക്ക് മണിയില്ലെന്ന് പറഞ്ഞത്. റേഡിയോ പറഞ്ഞോ ബ്രോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രോക്ക്? അത്രേ ഉള്ളൂ ബ്രോ. മണിയില്ലാത്ത കണ്ടവൻ അണ്ടി കയറി പിടിക്കുന്ന സ്വഭാവം ചിലവർക്ക് തുടങ്ങിയിട്ടുണ്ട്. കണ്ടവൻ അണ്ടി കയറി പിടിക്കുന്ന സ്വഭാവം. ശരി ബ്രോ, ശരി ബ്രോ. ഈ ഇടയ്ക്ക് ആനയുടെ 5-ാം കാലി കയറി പിടിച്ചെന്ന് പറഞ്ഞ വഴിയെ പോയ ആനയുടെ എടാ ഓലയാടി. എന്താ എന്നെ വെടിവെക്കുന്നതാളെ മുതുക്കിന്റെ ഫ്രണ്ടിലെ ഇതെന്താടാ? വന്ന് കേറി വെടിവെക്കുന്ന ആരാടാ അതൊക്കെ? ഹെൽമെറ്റ് പോലെയല്ലേ എന്റെ? എവിടെ വെടിവെച്ചവിടെ? ഇതാരാത്? എനിക്കറിഞ്ഞൂടാ. കണ്ണപ്പ എവിടെ? ഇത് ഇവനല്ലേ ഈ ബാഗ്? ഹലോ എടാ, മുതുക്കിന്റെ ഉള്ളടാ. പമ്പിലായിരുന്നു. വെയിറ്റ്. ഞാൻ ഒന്നുകൂടെ പമ്പിൽ പോയേ. എടാ എന്നെ ഇതാക്കി കഴിഞ്ഞാലടാ, എന്നെ അടിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതിയേ. പിന്നെ അടിക്കാൻ നിൽക്കണ്ട. കണ്ണാപ്പി ഞാൻ നിമ്മു ഒരു സർപ്രൈസ് ഉണ്ട് കണ്ണാപ്പിക്ക്. അഡ്വാൻസ് ആക്കി കൊടുത്തേ. എനിക്ക് ആര് സർപ്രൈസ് ചെയ്യണ്ട നിമ്മു. എന്നെ ഒന്ന് വെറുതെ വിടുവോ? ആരും വരണ്ട ഇങ്ങോട്ട്. അളിയാ, താങ്ക് യു സോ മച്ച് നിമ്മു. 100 രൂപീസ് സൂപ്പർ ചാറ്റ്. താങ്ക് യു. എടാ അളിയാ, ഞാൻ ഒന്നുകൂടെ പമ്പിൽ പോടാ. ജുഗറോ, ഞാൻ ചത്ത് കഴിഞ്ഞാലാടാ മന്ദാരം 2 പേരും അടിക്കാൻ നിൽക്കല്ലേ. 2 പേരും അടിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരും. ചുമ്മാ വേറെ നമ്മളിപ്പോ ഒന്നാമത് പുതിയ ഗ്യാങ് അവര് വന്നതേ ഉള്ളു. ചുമ്മാ അവരുടെ പേര് സ്പാം ചെയ്ത് ചുമ്മാ ശോകമൊക്കെ. നിങ്ങൾക്ക് അറിയത്തു പോലുമല്ലോ അവരാന്ന്. വെറുതെ അവരുടെ പേര് ഡ്രാഗ് ചെയ്യല്ലേ, വെറുതെ അവരുടെ പേരെടുത്ത് ഡ്രാഗ് ചെയ്യല്ലേ. സീരിയസ്ലി ശോകമാണ്. അത് ശോകമാണ്. ഊമ്പിത്തരാണ്. അവരാണ് ചെയ്തെങ്കിൽ ഓക്കെ. പക്ഷെ അല്ല, അറിയാതെ നമ്മൾ പറയണ്ട. ഇങ്ങനെ അറിയാതെ പറഞ്ഞാണ് പല സിറ്റുവേഷനും വോയിസ് ആയിട്ടുള്ളത്. നിന്റെയൊക്കെ അറിയാതെ പറിച്ചിട്ട് മൊണ്ണാളെ. ഒന്ന് പറഞ്ഞ 2 അടിക്കണോടാ. ഏടാ തീട്ടങ്ങളെ. എടാ നീക്ക് സിറ്റിസൺ ആണോടാ മോനെ? സിറ്റിസൺ ആണോടാ? എടാ മോനെ, സിറ്റിസൺസ് ആണോ? നീ പറ. സിറ്റിസൺസ് ആണോ? നിന്നെയൊക്കെ വെറുതെ വിടാനാ? എടാ സിറ്റിസൺസ് ആണോടാ? എടാ നിർത്തടാ. സംസാരിച്ചിട്ടോടാ. എടാ എന്താടാ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളാ. സംസാരിച്ചിട്ടോ ആമ്പിള്ളാരെ പോലെ. അല്ല, പെമ്പിള്ളാരെ കിടന്ന് അലക്കാടാ. തീട്ടക്കണ്ടി ഇറങ്ങി. തീട്ടക്കണ്ടി കിടന്ന് അലക്കാടാ. എന്താടാ അണ്ടി വേണോ നിനക്ക്? വായി വെച്ചല്ലേ ഞാൻ എന്റെ മുഴുത്തണ്ടി. എന്താടാ മോനെ അണ്ടി എന്ന് പറയുന്നത്? നിനക്ക് അണ്ടി വേണോ? എന്റെ മുഴുത്തണ്ടി നിന്റെ വായിലോട്ട് വെച്ചുതരാം നിനക്ക് അത്ര വേണമെങ്കിൽ. എടാ മോനെ, ഇതൊക്കെ ആര്? നീ ഗ്യാങ് ആണോ മോനെ? നീ ഗ്യാങ് ആണോ? ഹലോ മോനെ ഗ്യാങ് ആണോ മോനെ? കൊച്ചെറുക്ക അളയണ്ടാവണേ. പോയി ഊമ്പട എയിമില്ലാത്ത കുണ്ണെ. ഹെൽമെറ്റും പറയൊന്നുമില്ല. ഇല്ല ഡൗൺ ആയില്ല. എടാ മുതുക്കിന്റെ മേളിൽ. അവന്മാര് 3 പേരുണ്ട്. അവൻ ഒറ്റൊരുത്തനാണ് ഇറങ്ങി അടിക്കുന്നത്. പോയി മൂഞ്ചടാ. കണ്ണാപ്പിനെ അടിച്ചിട്ടേ. അടിയടാ കേട്ടാ. ഞാൻ വെയിറ്റ് ചെയ്യുന്ന അടിയടാ പിള്ളേരെ. അമ്മമാരെ അടിയാ. ആ പച്ച വണ്ടി വെറുതെ വിടരുത്. ഇല്ലല്ല, അവര് കണ്ടിട്ടുണ്ട്. ഈ നിമിഷത്തെ എനിക്ക് ആ പാട്ടാണോ ഓർമ്മ വരുന്നത്? അല്ല, ഇത് കണ്ണാപ്പിയോട് എന്തോ KV ചൂടായിരുന്നു. പറഞ്ഞേ
പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലടാ എന്നോട് ഇപ്പൊ. ചെറുതായിട്ട് പറഞ്ഞു. ചൂടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് ഫീൽ ആയത് ഞാൻ പോലാരുമില്ലേ ഇന്ത ഭൂമിയിലേ ഇവരൊക്കെ മറ്റേ ഗ്യാങ്സിന്റെ ഇവിടെ നിൽക്കുകയാണെന്ന് തോന്നിട്ടോ മന്ദരൊക്കെ. ചന്ദ്രു ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രു വ്യക്തമായിട്ട് പറയണേ. പ്രോപ്പർ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രന്റെ ആണ് മോഹം മാറി. അതെങ്ങനെ ചെരുപ്പൂരി ഇടുന്ന എങ്ങനെയാ എന്റെ അകത്ത്? ഇപ്പൊ എന്നെ പറയാ. ഓക്കെ ഓക്കെ. ഇപ്പൊ റീഫ്രസ്കിന് വന്നല്ലേ ഇവിടെ? ഇപ്പൊ എന്റെ വന്നല്ലോ. ഈ ചെരുപ്പൂരിന്ന് എങ്ങനെയാടാ? എടാ എങ്ങനെയാടാ ചെരുപ്പൂരിന്നെ? ഇപ്പൊ റെഡി ചന്ദ്രു. ഇത് എന്താ കാര്യം പറ ചന്ദ്രു. ഞാൻ പെട്രോൾ പമ്പിൽ നിൽക്കുവായിരുന്നേ. പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങ് അറ്റത്തൊരു വണ്ടി കൊണ്ട് നിർത്തി. അപ്പൊ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക് എടാ ബാല അറ്റൻഡാ ഒരു സംസാരിക്കടാ അറ്റൻഡ്. അപ്പം ഇങ്ങറ്റത്തൊരു വണ്ടി കൊണ്ട് നിർത്തി. അപ്പൊ അവൻ എന്തോ പറഞ്ഞു. അപ്പൊ ഞാനും അതുപോലെ ഒരു ഉപമോല് എന്തോ പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ വണ്ടി എടുത്തങ്ങ് പോയി. അപ്പം എന്താടാ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ വന്ന്. ഞാൻ പറഞ്ഞു ബ്രോ റേഡിയോ പറഞ്ഞ അങ്ങനെ എന്തോ പറഞ്ഞു. ഇവൻ മണിയെ കുറിച്ച് എന്താണ് സംസാരിച്ചത്? മണി. അപ്പൊ ഞാൻ മണിയെ കുറിച്ച് എന്തോ ഞാനും തിരിച്ചു പറഞ്ഞു. അപ്പൊ ഇവൻ KV ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവനെ അറിയാൻ എന്നെ. അവന് വ്യക്തമായിട്ട് തന്നെ അറിയാന്നൊരുത്തനാ മൈക്കി എന്ന് പറഞ്ഞവന്. അപ്പം എന്തിനാണ് ഏതോ ഒരു മണിയില്ലാത്തൊരുത്തൻ അവൻ റേഡിയോ കോൾ കൊടുത്ത് ഏതോ ഒരു മണിയില്ലാത്തൊരുത്തൻ വന്ന് ചിലക്കുന്നത് എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനു മിണ്ടായിരിക്കും. ഞാൻ അപ്പൊ തിരിച്ചു കൊടുത്തു. അപ്പൊ തന്നെ അവൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ വെടിവെച്ച്. അപ്പോഴിവിടെ എല്ലാരും വെച്ചാ മൊത്തത്തിൽ പുഷ്പയാന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. TG ആണ് പറഞ്ഞത്. TG ആണ് ഇവരാന്നൊക്കെ പറഞ്ഞു. എന്തുവാ TG പിന്നെ HF ആന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ വെച്ചാ അതുകൊണ്ട് ഞാൻ അതിന്റെ പേരെല്ലാം കണ്ടിന്യൂ ചെയ്തങ്ങ് പോയി. അപ്പൊ ഞാൻ ജുഗ്രുവിന്റെ കോൾ എടുത്തോടാ. ജുഗ്രു ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാ. നീ ഇത് ഏത് ഗ്യാങ് ആന്ന് കണ്ടുപിടിച്ചോ. എന്നിട്ട് നിങ്ങളിത് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ എന്തിനാണ് ഇവന്റെ പറയുന്നത്? ഇവൻ എന്തൊക്കെയോ കടന്ന് കുണയ്ക്കുന്നു. എന്തൊക്കെ മറ്റേ ഇവന് വെപ്രാളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധ കയറുമല്ലോ. ഇവൻ എന്തൊക്കെയോ കടന്ന് കുണയ്ക്കുന്നു. ഞാനും തിരിച്ച് അതുപോലെ അടിച്ച് കുണച്ച് എന്നിട്ട് അവനെ അടിച്ചിട്ട് ജുഗ്രു അത് കണ്ടിട്ട് പിന്നാണ് ജുഗ്രു മനസ്സിലാക്കുന്നത് അത് KV ആന്ന്. ഇതാണ് സിറ്റുവേഷൻ. ഇതാണ് സിറ്റുവേഷൻ. സംഭവം എന്ന് വെച്ചാ അവന് ഇവനറിയാം. എനിക്ക് അവനെ അറിഞ്ഞൂടാ. അതാണ് പക്ഷെ അവൻ അറിയാലോ ഏത് ഇതാണ്. അവൻ എന്റെ പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആന്ത്രി വരുന്നത് പ്രശ്നമൊന്നും. അതവിടെ കണ്ണ മനസ്സ് കാറിലെ നമ്പർ ഇട്ടായിരുന്നു. ചന്ദ്രു വിളിക്കണേന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കാറിലെ ചന്ദ്രു വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. 555. അൻപനെ പോലാരുമില്ലേ ക്ഷമിച്ചു വിടറാ. ഞാൻ ക്ഷമിച്ചു. എനിക്കങ്ങനെ പ്രശ്നമില്ല. എനിക്കിത് ഫ്രണ്ട്ഷിപ്പാണ് വലുത്. ഞാൻ ഇപ്പോഴും പറയാലോ. എടാ നീല എന്താ അറിയത്തില്ല. ഹലോ ഹലോ. ഇതിപ്പോ എന്താ സിറ്റുവേഷൻ എന്താ? ആക്ച്വലി ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്റെ സൈഡിൽ നിന്ന് ഞാൻ കേട്ട് കണ്ണാപ്പിയുടെ അടുത്ത് സംസാരിച്ച് നിങ്ങളുടെ സൈഡിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻ അറിയാവുന്ന വിളിക്കാം. അപ്പൊ അവൻ പറയും. എന്നിട്ട് ഇതാക്കാം. മറ്റേ ഈ സിറ്റുവേഷൻ ആയിട്ടുള്ള അവൻ മൈക്കി എന്ന് പറഞ്ഞ. പക്ഷെ അവൻ ഇപ്പൊ സിറ്റി ഇല്ല. അവനോട് ഇറങ്ങി. അവൻ ആ ഇതില് എന്നെ സിറ്റിന്ന് ഇറങ്ങിയത്. വരുമോ മൈക്ക് വരുമോ? ഇല്ല, അവന്റെ കൂടെ ഉള്ളവരുന്നുണ്ട്. ജോണി ഹോക്കി അവിടെ ഓക്കെ. എന്നും പ്രശ്നങ്ങളാണല്ലോ. മനസ്സമാനായിട്ട് പറഞ്ഞിട്ട് എടാ റേഡിയോയിൽ ഒന്ന് സൈലന്റ് ആവണടാ. സംസാരിക്കുക. ഹലോ ബ്രോ എന്താ പറ്റിയോ? എന്താ സിറ്റുവേഷൻ എന്തായിരുന്നു?
നമ്മളെ മൂന്നൊരു പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയായിരുന്നു. അപ്പം ഞാൻ അവന്റെ അടുത്ത് പെട്രോൾ അടിക്കാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എന്റെ അടുത്ത് കാശില്ല, ഓക്കെ അടിക്കുന്നു. അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ ഒരു നോ മണി നോ ഹണി എന്നെന്തോ പാട്ട് പാടി. അപ്പൊ എന്റെ അടുത്ത് നോ മണി നോ പ്യൂൾസ് എന്നെന്തോ പാട്ട് പാടി. അപ്പോഴേക്കും കണ്ണാപ്പി അവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാൽ നിനക്ക് മണി കാണത്തില്ല, മണി കാണത്തില്ല, ഇങ്ങനെ പോയാൽ നിനക്ക് മണിയില്ല അണിയില്ലാതാവെന്ന് പറഞ്ഞു. മണിയില്ല അണിയില്ലാതാവും പറഞ്ഞു. അപ്പോഴേക്കും അവൻ ചോദിച്ച് എന്താ വെച്ചാനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു. അപ്പോഴേക്കും അവനൊരു വണ്ടി ഒന്ന് ഇടിച്ചിട്ടിട്ട് പോകും. അവന് ഞാൻ ഇടിച്ചിട്ടത് മച്ചാനല്ല അതന്നെ മച്ചാനല്ല, ഞാൻ ഒരു വണ്ടി കൊണ്ട് ഇടിച്ചിട്ടു. അപ്പോഴേക്കും അവൻ തെറിച്ചു പോയി. എന്നിട്ട് കണ്ണാപ്പി ഫ്രണ്ടിൽ പോയി കണ്ടിട്ടൊന്ന് എന്തൊക്കെ അവിടെ ഞാൻ അപ്പോഴേക്കും പെട്രോൾ അടിക്കായിരുന്നു. ഞാനപ്പോ കണ്ടില്ല. കണ്ണാപ്പി റേഡിയോയിൽ എന്തോ കോൾ കൊടുത്തെന്ന് പറഞ്ഞില്ലേക്ക് ഏതോ എന്തോ ഇതായിട്ട് എന്താ കണ്ണാപ്പി പറഞ്ഞ? അല്ല എന്നെ വെടി വെച്ചപ്പോഴാണ് ബ്രോ കോൾ കൊടുത്തത്. അപ്പൊ അങ്ങനെ സംസാരിച്ചു വന്നപ്പോ പെട്ടെന്ന് കണ്ണാപ്പി സൈഡിൽ പറഞ്ഞ് 5-ാം കയ്യിലെടുത്ത് വായിൽ വെച്ചിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. അല്ല അതല്ല കണ്ണാപ്പി നേരത്തെ പറഞ്ഞില്ലടാ, നീ അവന്മാരെന്തോ ലൈക്ക് അതായത് നീ മറ്റേ പാട്ടിന് നീ എന്തോ പറഞ്ഞില്ലേ, പാട്ട് പാടിയപ്പോഴത്തേക്കും നീ പറഞ്ഞപ്പോഴത്തേക്കും ഇവരെന്തോ റേഡിയോ കോളിൽ എന്തോ ഏതോ മണി ഇല്ലാത്ത അങ്ങനെ എന്തോ പറഞ്ഞെന്തോ അത് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് മാറി പോയപ്പോഴത്തേക്ക് റേഡിയോയിൽ പറഞ്ഞു ഏതൊരു മണിയില്ലാത്ത സംസാരിക്കാൻ വന്നത് വണ്ടി ഇടിച്ചിട്ടത്. ചോദിച്ചു മൈക്ക് പോയി അങ്ങോട്ട് ചോദിച്ചു കണ്ണാപ്പിനോട്, മച്ചാനെ എന്താ പറഞ്ഞു നമ്മളെയാണ് പറഞ്ഞത്. അപ്പോഴേക്കും കണ്ണാപ്പി ഞാൻ ഇല്ലടാ റേഡിയോ പറഞ്ഞതാ എന്നുള്ള രീതിക്ക് കണ്ണാപ്പി പറഞ്ഞു. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് റേഡിയോ കഴിച്ച് പറഞ്ഞു എടാ ഏതോ മണിയില്ലാതെന്ന് പറഞ്ഞിട്ട് അവൻ റേഡിയോ എന്താ പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നപ്പം കണ്ണാപ്പി നേരെ പറഞ്ഞ് 5-ാം കയ്യിലെടുത്ത് വായിൽ വെച്ചോടാ എന്നുള്ള രീതിക്ക് എന്താ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവൻ വെടി വെച്ചു മൈക്ക് അപ്പൊ 5-ാം കയ്യിലെടുത്ത് വായിൽ വെച്ചെന്ന് പറഞ്ഞപ്പോ അതിനപ്പോ കണ്ണെടുത്ത് വെടി വെച്ച്. പിന്നെ ഞാൻ അവന്റെ ദേഷ്യപ്പെട്ട് വണ്ടി കയറ്റി നമ്മൾ വണ്ടി എടുത്ത് പോയി ബർഗർ ഷോട്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അത് ഞാനപ്പോ തീർന്നു വിചാരിച്ചു, അവിടെ വിട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് സംസാരിക്കാം എന്നുള്ള രീതിക്കായിരുന്നു എന്റെ മൈൻഡ്. പുറത്ത് എന്താന്ന് വെച്ചാൽ അത് സംസാരിച്ചു, അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുറത്ത് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അവന്റെ വണ്ടി കയറ്റി നേരെ ബർഗർ ഷോട്ടൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് മുതുക്കിലോട്ട് വരുന്ന എനിക്ക് തിരിച്ചും എനിക്കൊന്ന് കണ്ണാപ്പി കാറി വന്നിട്ട് എന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ ആണ് ഞാൻ തോന്നുന്നു. ബ്രോ ഞാൻ ഈ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് ഞാൻ 100 വട്ടം ചോദിച്ചു നിങ്ങളുടെ രണ്ടിടത്തും ഗ്യാങ് നെയിം പറ ബ്രോ, ഗ്യാങ് നെയിം അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും ഞാനിങ്ങനെ റേഡിയോയില് ഹിറ്റിനടുത്തും എല്ലായിടത്തും പറഞ്ഞ് ഹിറ്റിയോട് ചെറിയൊരു സീനായി. ഹിറ്റ് പെട്ടെന്ന് സംസാരിക്കണം എന്നുള്ളതിരിക്കും. അപ്പൊ റേഡിയോയിൽ ഫുള്ള് അരപ്പായിരുന്നു, എവിടെയാ എല്ലാരും ഇങ്ങനെ ലൊക്കേഷൻ ചോദിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും കേട്ടില്ല അവിടെ. ഞാൻ കുറെ ആയിട്ട് മുതുക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ സംസാരിച്ചിട്ടിരിക്കുമ്പോഴായിരുന്നു തിരിച്ചും ഇവർക്ക് രണ്ടുപേരും എന്തൊക്കെയോ സംസാരമായി. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത് കണ്ണാപ്പിയാണെന്ന് അറിയായിരുന്നോ? ഇത് ഫസ്റ്റ് നമുക്ക് അറിയത്തില്ലായിരുന്നു വണ്ടിയുടെ അകത്തിരുന്നപ്പോ. സംസാരിക്കാൻ വന്നപ്പോ നിങ്ങൾക്ക് കണ്ണാപ്പിന്ന് അറിയായിരുന്നു? ഇല്ല ഫസ്റ്റ് നമ്മൾ ഫ്യൂൾ അടിച്ചിരുന്ന ടൈം മറ്റേ മണിയില്ല ഹണിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അറിയത്തില്ലായിരുന്നു. രണ്ടാമത് ബ്രോയ്ക്ക് അറിഞ്ഞൂടാ, മൈക്കിക്കാൻ അറിയാം, മൈക്കിക്ക് നല്ല രീതിയിൽ അറിയാം. അതിനുശേഷം നമ്മള് പുറത്ത് ഇവൻ മൈക്ക് വണ്ടി ഇടിച്ചില്ലേ, അതിനുശേഷമാണ് കണ്ണാപ്പി എന്ന് അറിയാൻ പറ്റിയത്. പിന്നെ 5-ാം ക്ലാസ് വയലേക്ക് അവൻ ട്രിഗറായി. ഞാൻ കാര്യം പോട്ടെ, ഇപ്പൊ മൈക്കിക്ക് അവനെ അറിയാന്ന് പറഞ്ഞു, അവൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല ഇത് അല്ലെങ്കിൽ അറിയാന്നുള്ള ആളാ കണ്ണാപ്പിയ അല്ലെങ്കിൽ ടി വി? ഞാൻ പറയട്ടെ, അവൻ അടിച്ചില്ലേ അവിടെ വെച്ച് 5-ാം ക്ലാസ് വയലേക്ക് പറഞ്ഞപ്പോ അവൻ കണ്ണെടുത്ത് അടിച്ചു. അവിടെ ഞാൻ പ്രശ്നം തീർന്നു. അപ്പോഴും കണ്ണാപ്പി എന്നൊക്കെ അറിയാം. ഞാൻ അപ്പോഴേക്കും ഇവിടെ കോൾ കൊടുത്ത് ടി വി ആയിട്ട് ചെറിയ ഇഷ്യൂ ആയി, കണ്ണാപ്പി ആയിട്ട് മൈക്കായി പെട്ടെന്ന് വന്നപ്പോൾ ഈ ഹിറ്റിന് പറയാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴേ എല്ലാവർക്കും അറിയാം കണ്ണാപ്പിയ എന്നുള്ള രീതി. പിന്നെ ഇത് എങ്ങനെ ട്രിഗറായി അടിച്ചിട്ടെന്നുള്ളതൊന്നും അറിയത്തില്ല. രണ്ടാമത് നമ്മൾ സംസാരിക്കുമായിരുന്നു അവിടെ. ഞാൻ ഈ റേഡിയോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത് വണ്ടി ഒന്ന് ഫിറ്റായി എനിക്കൊന്ന് ഞാൻ കുറെ നേരം ഞാൻ അവരുടെ അടുത്ത് കുറെ പറയുന്നു നിർത്തുന്നു. രണ്ടുപേരുടെ സൈഡിൽ വണ്ടി എടുക്കുന്ന പറഞ്ഞാൽ രണ്ടുപേരും കേൾക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായോ? എന്ത് പറയുന്നത്, രണ്ടുപേരുടെ സൈഡും പറയുന്നുണ്ട്. പിന്നെ അവൻ എന്താ പറഞ്ഞപ്പോ അവൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. പിന്നെ അങ്ങ് സീനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സീനായതാ. ഇപ്പൊ ഇവന് ഞാൻ ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിപ്പോ എനിക്ക് വീണ്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഡാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരു മീറ്റിംഗ് പോലെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പരിചയപ്പെടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഇവന് എന്തായാലും ഇവ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അതെനിക്ക് 100% ഉറപ്പാണ്. എനിക്ക് അത്ര ഉറപ്പായിട്ട് ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം അത് അവൻ്റെ സൈഡിൽ നിന്ന് അറിയാണ്ട് പറ്റിയതാ. നിങ്ങളുടെ സൈഡിൽ നിന്ന് മൈക്കിക്ക് അവൻ അറിയാന്നിട്ടും എന്താ അവൻ അതങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ലൈക്ക് എന്താ ആയിക്കോട്ടെ സംസാരിക്കാം പോലെ അത് പുറത്ത് സംസാരിക്കാം.
അതാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മൈക്കിക്ക് അറിയെങ്കിലേ എനിക്ക് ഒന്ന് അന്ന് കണ്ണാപ്പിയിട്ട് എന്തോ ഇഷ്യൂ ആയില്ല. അന്ന് കണ്ണാപ്പി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ കറണ്ട് അടിച്ച കേസ്. മൈക്ക് എന്ന് പറയുമ്പോൾ അവന്മാര് ഭയങ്കര കൂട്ടാ. അപ്പം അവര് അത് അഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ കിടപ്പുണ്ടോ? അത് എനിക്ക് ഫീൽ ആയത് എന്താന്ന് വെച്ചാല് ഞാൻ പറയട്ടെ, ഞാന് ഫസ്റ്റ് അവിടെ നിന്ന് അത് തീരാനുള്ള പ്രശ്നമായിരുന്നു. പിന്നെ അഞ്ചാം കാലം എടുത്ത് വായിലേക്ക് പറഞ്ഞില്ല, അപ്പോഴാണ് തോന്നുന്നു അവിടെ വെച്ച് തിരിച്ചത് പ്രശ്നമായിട്ട് ആയത്. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ അവിടെ തീരണം. ഞാൻ അത് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി അവിടെ എല്ലാം സെറ്റ് ആയത്. അപ്പം ഈ 5ാം കാലത്ത് വായിലേക്ക് പറഞ്ഞപ്പോഴേ അവൻ പെട്ടെന്ന് അല്ല ബ്രോ, ഈ ലാസ്റ്റ് എന്റെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ പോലും അതിനുശേഷം ഞാൻ മുമ്പ് സാറിന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. ആകെ സംസാരിച്ചുള്ള ഒന്ന് ജോണിയാമൻ, ഒന്ന് ഇറ്റ്മാന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോടാ, കാർലോ, 3 അടുത്ത് സംസാരിച്ചുള്ളൂ. വേറെ 6 അടുത്ത് സംസാരിക്കുന്നില്ല. ഞാനായിട്ട് ഇനി വേറെ പ്രശ്നം ഉണ്ടാന്ന് വെച്ചിട്ട് അടുത്തും വണ്ടി കാണുമ്പോ ഞാൻ ഒഴിവായി. നമ്മള് അങ്ങനെയല്ലേ, നമ്മള് നേരിട്ട് ആരുടെ അടുത്തും അങ്ങോട്ട് സംസാരിക്കാറില്ല. അറിയില്ല, അല്ല ബ്രോ, ഞാൻ ഇപ്പോഴേ ഈ KV, ഇറ്റ്മാൻ, ജോണി സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഫീൽ ചെയ്തിട്ടുള്ളൂ. KVയുടെ സൈഡിൽ നിന്ന് ഞാൻ ഇപ്പോഴും പറയണം. ബാക്കി 6 സൈഡിൽ നിന്ന് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യും. അല്ലടാ കണ്ണ, തിരിച്ച് നമുക്ക് ബാക്കിയുള്ള അവരെ അറിയത്തില്ലടാ കണ്ണ. ഇപ്പൊ ഞാൻ കണ്ണ, അതായത് ഇപ്പൊ ഞാനും ജോണിയാമന്റെ അടുത്ത്, ഹിറ്റ്മാന്റെ അടുത്തും, പിന്നെ ആരടുത്ത, പിന്നെ നിങ്ങളുടെ കൂടെ 1-2 മാക്സിമം അല്ലെങ്കിൽ 3-4 പേരെ നമുക്ക് അറിയാത്തുള്ളൂ. ഇപ്പൊ ഒന്നെല്ലാം പുതിയ പിള്ളേരല്ലേ, അപ്പൊ അറിയാത്തവരുണ്ട്. അല്ല ഇവ എന്തായാലും ഈ ഒരു സിറ്റുവേഷനില്, കാരണം ഇവൻ കണ്ണാപ്പി അവൻ അറിയത്തില്ല, എന്തായാലും അറിയാഞ്ഞിട്ട് സംസാരിച്ച, അതായത് നോർമലി ചുമ്മാ സംസാരിച്ചൊരു വള്ളിയാവുന്ന കണക്ക് സംസാരിച്ച് വള്ളിയായതാ. പിന്നെ മൈക്കിയുടേത് എന്തായാലും അത് പുറത്ത് സംസാരിക്കാതെ അതായിരിക്കും നല്ലത്. കുറച്ചുകൂടി നമുക്ക് നമ്മൾ ചുമ്മാ സംസാരിച്ച് ഇതിന്റെ അകത്ത് നിലമുണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് പുറത്ത് സംസാരിക്കുന്നത്. അവനോട് ചോദിച്ചോക്കെ എന്താണ് സംഭവം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടാണോ അറിഞ്ഞിരുന്നത്. അല്ല അവനെ അറിയായിരിക്കും, മേ ബി ഇത് ഹിറ്റ്മാൻ പറഞ്ഞ പോലെ എന്തേലും. ഇപ്പം ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും പ്രശ്നങ്ങളും തീരുമെന്ന് എനിക്ക് അറിയില്ല. ചിലവർക്ക് ചില പർട്ടിക്കുലർ ആൾക്കാരുടെ അടുത്തുള്ള ചിലപ്പോ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളത് മാക്സിമം തീർത്ത് കൊണ്ടുപോകുമ്പോഴാണ് നന്നായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ മാക്സിമം നോക്കാം. കാരണം എനിക്ക് ഇപ്പൊ അറിയാലോ, കാരണം ഈ വയ്യ നമുക്ക് കാറിലൊക്കെ അറിയായിരിക്കും, നമുക്ക് ആ ഒരു ഇതുള്ളതാണ്. ഇതിന്റെ പേരിൽ കുറെ ബന്ധങ്ങൾ കളഞ്ഞാണ്, അതുകൊണ്ട് വയ്യ സത്യം പറഞ്ഞ. അതൊന്ന് അവൻ്റെ അടുത്ത് സംസാരിച്ചേക്കണം, ഇറ്റ്മാനെ മൈക്കിൻ്റെ അടുത്ത്. അത് അവൻ്റെ അടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം, പുറത്ത് നമ്മളൊന്ന് സംസാരിച്ചോളാം തീർക്കുന്ന രീതിയിൽ. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡേ ഫ്രീ ഉള്ള നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് കിട്ടും, ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം കീരിയുടെ ഇഷ്യൂ വന്നപ്പോഴേ, കാരണം കീരി അങ്ങനെ ആരടുത്തും പ്രശ്നം ഉണ്ടാക്കാൻ പോകാറുള്ള ഒരാളെ അല്ല. അപ്പൊ അവൻ ഒരാളെ അടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇതായിപ്പോയി. അല്ല ഇത് ഞാൻ ഒരു 100 വട്ടം ഈ അടിയൊക്കെ ഉണ്ടാകുന്നതിന് വന്ന് ചോദിച്ചായിരുന്നു, ഗ്യാങ് നെയിം പറ. കാരണം നമുക്കിത് അറിഞ്ഞൂടാ, കാരണം ഇവിടെ HF ആണ് ഓരോ അത് പറഞ്ഞായിരുന്നു. ഞാൻ വെച്ചാ വിട്ടു പോയനെ ഞാനതങ്ങ്. പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിലേ. അത് കുഴപ്പമില്ല, നമ്മള് വണ്ടി വീണ് തീർത്തോളാം. അതിപ്പോ കണ്ണാപ്പിയായിട്ട് ആരാ പ്രശ്നം? കണ്ണാപ്പി വണ്ടി വീണ് കളിക്കട്ടെ, മറ്റേ അത് കേറി വണ്ടി കയറി. ശരി കാർലോ, ഇത് സംസാരിക്കാം. ഇല്ല അവൻ വല്ലപ്പോഴും വരാറുള്ളൂ. കയറാൻ വണ്ടിയില്ലേ? അപ്പൊ നമ്മള് ജോണി നമ്മള് പോയിട്ട് നമുക്കിത് കുറച്ച് സംസാരിക്കാം. പിന്നെ അകത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. വാസന വരുമ്പോ സമയത്ത് ഒരു സംസാരിച്ച് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം രണ്ട് സൈഡിൽ. ഓക്കെ അല്ലേ? പറയാം ശരി പോവാണേ. എടാ വന്നേ എല്ലാരും വന്നേ. എടാ ടൂബോയ്ക്ക് വന്നേ, നീ കഴിഞ്ഞ് വന്നേ വണ്ടി കയറിയേ. അടിച്ച കൊല്ലണോ അല്ലേ കാർലോ? നീ കഴിഞ്ഞ് വന്നേ ടൂബോർക്കെ അപരാധി പോലെ വന്നേ ഇങ്ങോട്ട്. അവർ റേഡിയോയിലില്ല. വന്നേ വണ്ടിക്ക് ഞാൻ വണ്ടി കൊണ്ട് കളിക്കാം മോനെ. കണ്ണാപ്പിനെ അടിച്ചവനെ കൊണ്ടുപോവാ. തുറക്ക് നീയായിട്ടൊരു ബന്ധമില്ല. ചിഞ്ചവനടുത്ത് വണ്ടി കയറ്റി. അല്ല ചിഞ്ചു അവിടെ എന്താ